കാശ്മീരിലെത്തിയ ആദ്യ ദിനം ഞങ്ങൾ താമസിച്ചത് ഈ പൂഞ്ച് എന്ന പ്രദേശത്താണ്. പാകിസ്ഥാൻ അതിർത്തിയോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് പൂഞ്ച്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ 30ഓളം സാധാരണക്കാർ പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് പൂഞ്ച്. പൂഞ്ചിനോടടുത്ത ദ്വാർ എന്ന ഗ്രാമത്തിലായിരുന്നു ആദ്യ ദിനം താമസിച്ചത്. സുഹൃത്ത് ഈ നീല പെയിൻ്റ് അടിച്ച ഈ വീടാണ് ഞങ്ങളുടെ സുഹൃത്തിൻ്റേത്. ആ മലയുടെ അടിവാരത്താണ് വീട്. ഈ മലയോര മേഖലയിൽ മലമ്പ്രദേശത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ആടുകൾ മേഞ്ഞ് നടക്കുന്നതായി കാണാൻ പറ്റും. അപ്പോൾ ആ നാട്ടിലെ ജീവിതമാർഗങ്ങൾ ആ നാടിനെ അറിയാനാണ് ഇന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത്. അവരുടെ എന്തെല്ലാം രീതിയിലുള്ള കൃഷികളാണ്, കർഷകരുടെ ജീവിത പ്രശ്നങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പം നിറയെ ഗോതമ്പ് പാടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രാമമാണ് ഈ ദ്വാർ ഗ്രാമം. 2 രീതിയിൽ ഇവർ ഗോതമ്പ് കൃഷി 2 കാര്യങ്ങൾക്കായി ചെയ്യുന്നുണ്ട്. ഒന്ന് ഗോതമ്പ് വിളവെടുപ്പിനായും മറ്റൊന്ന് കാലികൾക്കുള്ള തീറ്റയായിട്ടും അവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ റോഡിൻ്റെ മറുവശത്ത് ഒരു മനോഹരമായ ഒരു അരുവി ഒഴുകുന്നുണ്ട് എന്ന് ഞങ്ങളുടെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാശ്മീരിലെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് മലഞ്ചെരുവുകളിലെ ഇവരുടെ താമസമാണ്. വളരെ ചെങ്കുത്തായ മലകളിൽ വരെ ഇവർ താമസിക്കുന്നുണ്ട്. ഈ കല്ലുകൾ പാകിയ ഈ വഴികളിലൂടെ നടന്നാൽ നമുക്ക് ആ മനോഹരമായ അരുവിലെത്തിച്ചേരാൻ പറ്റും. ഗോതമ്പ് കൃഷിയിൽ കൂടാതെ തന്നെ ഇവർ ഓരോ പാടങ്ങളിലും വിവിധ തരത്തിലുള്ള ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആപ്രിക്കോട്ട്, പ്ലം തുടങ്ങിയ ഫലവൃക്ഷങ്ങളാണ് പ്രധാനമായിട്ടും നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതൊരു ആപ്പിൾ മരമാണ്. ആപ്പിൾ പാകമായിട്ടില്ല. പൂഞ്ച് മേഖലയിൽ ആപ്പിൾ കൃഷി വളരെ കുറവാണ്. പ്രധാനമായിട്ടും ഷോപ്പിയാൻ ജില്ലയിലാണ് കാശ്മീരിൽ ആപ്പിൾ കൃഷി നടത്തുന്നത്. ഇത് പാകമാവാത്ത ഒരു ആപ്പിളാണ്. കാശ്മീരിലെ ആപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത് ഷോപ്പിയാൻ എന്ന ജില്ലയാണ്. വളരെ ഏറെ ആപ്പിൾ കൃഷി, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ കൃഷി ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ് ഷോപ്പിയാൻ. ഈ ഗ്രാമത്തിലെ മറ്റൊരു ഉപജീവന മാർഗം കാലി വളർത്തലാണ്. എരുമകളെയാണ് ഇവർ പ്രധാനമായിട്ടും വളർത്തുന്നത്. നല്ല അടച്ചുറപ്പുള്ള ഷെഡുകളാണ് എരുമകൾക്കായിട്ടുള്ളത്. തണുപ്പ് കാലത്ത് തണുപ്പിനെ പ്രതിരോധിക്കാൻ എന്നവണ്ണം രീതിയിലുള്ള ആലകളാണ് കാലികൾക്കായി ഇവർ നിർമ്മിക്കുന്നത്. അതിനോട് തൊട്ടടുത്ത് ചേർന്ന റൂമിലാണ് അവയെ വളർത്തുന്ന ജീവനക്കാരും ജീവിക്കുന്നത്. ഇത് ഞങ്ങൾ പരിചയപ്പെട്ട മറ്റൊരു കർഷകനായിരുന്നു. ഇദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ്. എന്നിരുന്നാലും അദ്ദേഹത്തിന് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങളൊക്കെ സ്വയം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രകൃതിക്കാരനാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് കുറച്ച് ഞങ്ങൾ സഹായമൊക്കെ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തോട് കഥകളൊക്കെ ചോദിച്ചു. വളരെ മനോഹരമായി തന്നെ അദ്ദേഹത്തിൻ്റെ കൃഷിയിടം പരിപാലിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ പുറപ്പെട്ട ഈ അരുവി എത്തിച്ചേർന്നു. അങ്ങകലെ പീർഗിൽ എന്ന് പറയുന്ന മഞ്ഞുമലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു അരുവിയാണിത്. ഇത് ജലം നദിയിൽ ആണ് വന്നു ചേരുന്നത്. 5-8 വർഷം മുമ്പ് വലിയൊരു പ്രളയം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത ചൂടുകാലത്തും മഴക്കാലത്തും സുലഭമായി വെള്ളം ലഭിക്കുമെന്നുള്ളതാണ്. ചൂടുകാലത്ത് മഞ്ഞുരുകി വരുന്ന ജലവും മഴക്കാലത്ത് മഴയിൽ നിന്നുണ്ടാവുന്ന ജലവും, അതാണ് ഈ പ്രദേശത്തിൻ്റെയൊക്കെ പ്രധാന പ്രത്യേകത.